ഹായ്, ഗുഡ് ടു സീ യു അഗെയിൻ. ആക്ച്വലി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിൽ വീട് മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരു വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ കൂടെ. അപ്പോൾ തീർച്ചയായും വീഡിയോ കാണുക. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ വീട് മേടിക്കുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള വീട് മേടിക്കാനുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൽ മെയിനായിട്ടുള്ള രണ്ട് കൺസേൺസ് പൈസയെക്കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ ആലോചിക്കുമ്പം ഈ റീപേയ്മെൻ്റ് ഒക്കെ അടഞ്ഞു പോവുമോ, ഒരാളുടെ സാലറി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരുടെയും സാലറി ഉണ്ട്, അപ്പോൾ ഒരാൾക്കിപ്പോൾ കുറവാണ്, അങ്ങനെയാണെങ്കിൽ റീപേയ്മെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് എന്തെങ്കിലും ബാക്കി വരുമോ, നമ്മൾ ചിലവിന് ബുദ്ധിമുട്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെയുള്ളത്, ചിലപ്പോൾ നമ്മൾ തോന്നും റെൻറ്റിന് താമസിക്കുന്നതാണ് ലാഭം, അപ്പം നമുക്ക് കുറച്ച് പൈസ ബാക്കി വരും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ ഉള്ള എല്ലാ പൈസയും നമ്മൾ ഇതിലേക്ക് റീപേയ്മെൻ്റ് ആയിട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷൻസ്. അപ്പം ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് ഒരു ഡിസിഷനിൽ എത്തുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ മേടിച്ചിട്ട് 1 വർഷം ആവുന്നു. അപ്പോൾ ഞങ്ങൾക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടഞ്ഞു പോകുന്നുണ്ട്. ഒരാളുടെ സാലറി കൊണ്ട് തന്നെ മുഴുവൻ എടുക്കാതെ തന്നെ അടഞ്ഞു പോകുന്നുണ്ട്. ചിലവ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ റെൻറ്റിന് താമസിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഡ്രോബാക്സും ഉണ്ട്, നല്ലതും ഉണ്ട്. അപ്പോൾ റെൻറ്റിന് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇൻസ്പെക്ഷൻ വരും, അങ്ങനെ. പിന്നെ തൊട്ടടുത്ത് ഞങ്ങൾ യൂണിറ്റ് ഹൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്കൊരു ശബ്ദം വന്നാൽ പോലും അടുത്ത പ്രശ്നം വരിക, കംപ്ലൈൻസ്, പാർക്കിങ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം നമ്മുടെ ഒരു ലൈഫിൽ ഒരു കുറച്ചും കൂടിയും ഫ്രീഡം അങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, റെൻ്റ് എന്നല്ലാതെ ഒരു ഓൺ ഹൗസ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഫ്രീഡം ഇതൊക്കെ ഉണ്ട്. അത് ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ റെൻറ്റിന് അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കൊടുക്കുന്ന പൈസയാണ്. പക്ഷേ നമ്മൾ ഓൺ ഹൗസ് ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് വന്നാലും റീപേയ്മെൻറ്റ് ചെയ്താലും അത് നമ്മുടെ ഒരു അസറ്റായിട്ട് കിടക്കുന്ന ഒരു പൈസയാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൈസ ആയിട്ട് നമ്മുടെ സേവിങ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കതൊരു അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ അതൊരു വർത്തായിട്ട് നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് വീടുണ്ടാവുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഇപ്പം ഞങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ, ഇപ്പോൾ കറക്റ്റ് ഡൗൺ പേയ്മെൻറ്റിനുള്ള പൈസയോ അങ്ങനെയൊന്നും നമ്മൾ വെച്ചിട്ടായിരിക്കില്ല മിക്കപ്പോഴും തുടങ്ങുക. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നിരാശയുണ്ടാവും, വിഷമം ഉണ്ടാവും ചില സമയത്ത്, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസിഷനിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇത് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഞങ്ങളാണെങ്കിൽ തന്നെയും പല പ്രാവശ്യവും വേണം തീരുമാനിച്ചു, പിന്നെ ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ വേണ്ട, ഇപ്പം വേണ്ട, ഉടനെ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തു, പിന്നെ തിരിച്ച് കയറി, അങ്ങനെ പല പ്രാവശ്യത്തെ ചിന്ത കുറേ ഇതിലൂടെയാണ് നമ്മൾ ഒരു ഡിസിഷനിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുഴപ്പമില്ല, അത് നോർമലാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ വീട് മേടിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കൺസേൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രയോറിറ്റി എന്താണ്, അപ്പോൾ നമ്മുടെ നീഡ്സ് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും.
അപ്പം ഞങ്ങളുടേത് മെയിൻ കൺസേൺ സ്കൂളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തോന്നിയില്ല സ്കൂൾ സോണിൽ വരുന്ന, അതായത് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലൊക്കെ കൊച്ചിന് സ്കൂളിൽ പോകാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിലൊരു വീടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു. അതുപോലെ ഒരാളുടെ ജോലി ചെയ്യുന്ന ഒരാളുടെ എങ്കിലും ജോലി സ്ഥലത്തിന് അടുത്തൊരു വീട് കിട്ടിയാൽ നന്നായിരുന്നു എന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കുട്ടി സ്കൂളിൽ പോകും. അപ്പോൾ എന്തെങ്കിലും കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്കറിയാലോ, ഇവിടെ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാവരും ജോലിക്ക് പോകുന്നവരും ഒക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ആരോടും അങ്ങനെ ചെല്ലാൻ പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരാളെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രിഫർ ചെയ്തത്. പിന്നെ ഞങ്ങൾ നോക്കിയത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോയെന്ന് നോക്കി, അവൈലബിൾ ആണോ. അതായത് ഇപ്പോൾ ഒരു വണ്ടിയോ ഉള്ളെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയ സ്ഥലവും ഞങ്ങൾ പ്രിഫർ ചെയ്തു. ഇങ്ങനത്തെ പ്രിഫറൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കലാണ് അടുത്തത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടി. ഏത് സ്ഥലത്ത് നമ്മൾ ചൂസ് ചെയ്യണം, പിന്നെ അങ്ങനെയുള്ള ഇപ്പോൾ ഒരാളുടെ ജോലി സ്ഥലത്തിനടുത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ചിലപ്പം ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ ആരുടെ വേണമെങ്കിലും ആവാം, പക്ഷെ ഞങ്ങളുടെ ഞാൻ താമസിച്ചിരിക്കുന്നത് സിറ്റിയിലായിരുന്നു. അപ്പോൾ അവിടെ വീടിന് എക്സ്പെൻസ് കൂടുതലാണ്. ഇവിടെ കുറച്ചും കൂടി ഇങ്ങ് മാറി വരുമ്പോഴത്തേക്കും എക്സ്പെൻസ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അങ്ങനെ വന്നു. അടുത്തതെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ സാധാരണ എല്ലാവരും പറയുന്നത് മോർഗേജ് അഡ്വൈസറിനെ കണ്ടിട്ട് ആദ്യം നമ്മൾക്ക് പ്രീ അപ്രൂവൽ എടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ്. അതൊക്കെ എന്താണെന്ന് ഞങ്ങൾ പറയാൻ. പക്ഷെ ഞങ്ങൾ ചെയ്തത് വെറുതെ വീട് കാണുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീടുകളെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പം. അപ്പോൾ എന്ത് ടൈപ്പ് വീടുകളാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പം കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വെറുതെ കുറേ വീടുകൾ കണ്ടു. ഒട്ടും സീരിയസ് ആയി എടുത്തിട്ടല്ല, വെറുതെ കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. വീട് ഇപ്പോൾ ഒരു വീട് നോക്കുമ്പം ഏത് ഇയറിൽ ബിൽറ്റ് ചെയ്ത വീടാണ്, അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അതെങ്ങനെയാണ്, ഷെയർഡ് ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ന്യൂ ബിൽറ്റും ഉണ്ട്, എക്സിസ്റ്റിംഗ് ഹോംസും ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഹോംസ് ആണ് ഇവിടെ കൂടുതലെന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകൾ നോക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഹോംസ് ആയിരിക്കും കൂടുതലുണ്ടാവുക, ന്യൂ ബിൽറ്റ് കുറവായിരിക്കും. അത് ഒരെണ്ണം. ഈ എക്സിസ്റ്റിംഗ് ഹോംസ് എന്ന് പറയുന്നത് ചിലപ്പം 80s പണിത വീടുകൾ, 70s അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ട്, അങ്ങനത്തെ വീടുകൾ. പിന്നെ എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളത്. അപ്പം അതിനായിട്ട് ഇവിടെ മെയിനായിട്ടും കണ്ടിട്ടുള്ളത് ബ്രിക്ക് ആൻഡ് ടൈൽ വീടുകൾ, പിന്നെ വെതർ ബോർഡ്, പിന്നെ ലാസ്റ്റ് ഇതിൽ വരുന്നത് പ്ലാസ്റ്റർ വീടുകൾ. അപ്പോൾ അത് നോക്കണം, എന്ത് ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ അതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഈ എങ്ങനെയാണ് ആ പ്രോപ്പർട്ടിയുടെ ഷെയർഡ് ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഇവിടെ 2 തരത്തിലുണ്ട്. ക്രോസ് ലീസ് വീടുകളുമുണ്ട്, ഫ്രീ ഹോൾഡ് വീടുകളുമുണ്ട്. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി അത് ഫുൾ നമ്മൾക്ക് ആയിരിക്കും അവകാശം. ഇപ്പോൾ ക്രോസ് ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീടുകളുടെ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നൈബേഴ്സിനും ചിലപ്പം അതിൽ ഇതുണ്ടാവും. അപ്പോൾ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡ്രൈവേ, ഇപ്പോൾ കുറച്ച് അധികം വീടുകളുള്ള ഒരിതാണെങ്കിൽ എല്ലാ വീട്ടിലേക്കും കൂടിയിട്ട് ഒരൊറ്റ ഡ്രൈവേ ആയിരിക്കും. അപ്പോൾ ആ ഡ്രൈവേ ഷെയർഡ് ആയിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഞങ്ങൾ അറിഞ്ഞതനുസരിച്ചിട്ട് ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും നമ്മൾ ആളുടെ പെർമിഷൻ വേണം. അതുപോലെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളുണ്ടാവും. ചില വീടുകളുടേത് വീട് സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷെ ആ പ്രോപ്പർട്ടി അടുത്ത വീടുമായിട്ട് ചിലപ്പം ക്രോസ് ലീസിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും റിനോവേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ക്രോസ് ലീസ് കിടക്കുന്ന ആൾക്കാരുമായിട്ട് പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരിത്.
അതാണ് ഇത് ഇൻഡിപെൻഡൻറ്റ് ഹോമുകൾ 90% ഞങ്ങൾ കണ്ടത് മുഴുവനും ഫ്രീ ഹോൾഡാണ്. അതുപോലെ യൂണിറ്റ് ഹൗസുകളുണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് സ്റ്റാൻഡ് അലോൺ ആണ്. യൂണിറ്റ് ആണെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള അവകാശം നമുക്കാണ്. അപ്പോൾ അതിന് ഷെയർഡില്ല. പക്ഷെ ഡ്രൈവേ ഷെയർഡാണ്. ഡ്രൈവേയിൽ പാർക്ക് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിബന്ധനകളുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. അതായത് എന്ത് ടൈപ്പാണെന്ന്. ഇപ്പം നമ്മളൊരു വീട് കാണാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം നമുക്കൊരു ഐഡിയ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ഒന്ന് ചുരുക്കി പറയാം. ഏത് വീടാണ്, പഴയതാണോ പുതിയതാണോ, പിന്നെ എന്ത് മെറ്റീരിയലാണ്, ബ്രിക്ക് ആൻഡ് ടൈലാണോ, വെതർ ബോർഡാണോ, അല്ലെങ്കിൽ പ്ലാസ്റ്ററാണ്. പ്ലാസ്റ്റർ ആരും അധികം പ്രിഫർ ചെയ്യാറില്ല. ലോൺ കിട്ടാനും വളരെ സാധ്യത കുറവുള്ള വീടുകളാണെന്നാണ് പറയുന്നത്. കാരണം അത് പെട്ടെന്ന് മോയിസ്റ്റ് പിടിച്ച് അത് പെട്ടെന്ന് ഇതാവാനുള്ള സാധ്യതയുണ്ട്, നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ലോൺ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ക്രോസ് ലീസ് ആണോ ഫ്രീ ഹോൾഡ് ആണോ. ഈ ക്രോസ് ലീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 90% അങ്ങനത്തെ പ്രോപ്പർട്ടിയാണ്. അതിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവരും അത് മേടിക്കാറുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ഷെയർ ഡ്രൈവേയും അങ്ങനത്തെ അതൊക്കെ ഉള്ളതാണ്, കോമൺ ആണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അധികം ബോധറേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് അങ്ങനെ പ്രിഫറൻസസ് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ആദ്യത്തെ ഒരു കാര്യം. ഇനി അടുത്തത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് പേപ്പർ വർക്ക്സ്, ഡോക്യുമെൻറ്റേഷൻ എന്നൊക്കെ ഉള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീടിനെ കുറിച്ചിട്ടൊരു ധാരണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതാണ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ. ലോൺ എടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളൊരു മോർഗേജ് അഡ്വൈസറിനെ കാണുക. അപ്പോൾ അവരാണ് നമുക്ക് ലോൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും കാണാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ വിളിച്ചിട്ട് നമുക്കൊരു പ്രീ അപ്രൂവൽ എടുക്കാവുന്നതുമാണ്. ബാങ്കിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രീ അപ്രൂവൽ എടുക്കാവുന്നതുമാണ്. ചിലപ്പോൾ പ്രീ അപ്രൂവലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർഗേജ് അഡ്വൈസറിനെ കണ്ടാലും മതി. നമുക്ക് പ്രീ അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമുക്കറിയാം എങ്ങനെ, മീൻസ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര കിട്ടും, ബാങ്കിൽ നിന്ന് എത്ര ലോൺ കിട്ടും, അപ്പോൾ നമ്മൾ എത്ര വരെയുള്ള എത്ര ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കുമുള്ള ലോൺ അപ്രൂവ് ആവുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലോൺ അപ്രൂവ് ആവുക. അപ്പോൾ അത് നമ്മുടെ ഇൻകം, എക്സ്പെൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവസാനം അവർ ബാങ്ക് പറയുകയാണ് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അതെല്ലാം കണക്കാക്കിയിട്ട് ബാങ്ക് ഒരു എമൗണ്ട് പറയും, ഇതാണ് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യുന്ന ലോണ്, കിട്ടാൻ പറ്റുന്ന സാധ്യതയുള്ള ലോൺ എന്ന് പറഞ്ഞ് തരുന്നതാണ് ഈ പ്രീ അപ്രൂവൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളൊരു 3 months നമ്മൾ കുറച്ച് എല്ലാം അവർ നോക്കും ആ സമയത്ത്. അതായത് നമുക്ക് ടേക്ക് അവേ എന്തൊക്കെ ചിലവുകൾ വരുന്നു, നമ്മൾ എന്തൊക്കെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് ഒരു കാര്യം. വൺസ് ഒരു പ്രീ അപ്രൂവൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു വ്യൂയിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു ഓഫർ വെക്കാൻ പറ്റും. നമ്മൾ ഓഫർ ആദ്യം വെക്കുന്നത് ഒരു കണ്ടീഷണൽ ഓഫറാണ് ആദ്യം വെക്കുക. അതിൽ മെയിനായിട്ട് കണ്ടീഷൻസ് ഉണ്ടാവും. ലൈക്ക് ഫിനാൻഷ്യൽ നമ്മൾക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും, അത് മീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇപ്പോൾ പഴയ വീടാണെങ്കിൽ ബിൽഡിംഗ് റിപ്പോർട്ട്, അതൊരു കൺസേൺ ആണ്. അതുപോലെ ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഒരു കണ്ടീഷനാണ്. അപ്പം ഈ വീടിൻ്റെ നമ്മളൊരു ലോയറിനെ കണ്ടാൽ ഈ വീടിൻ്റെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് പേപ്പർ വെരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ ഓഫർ വയ്ക്കുന്നത്. ഈ 3 കണ്ടീഷൻസും മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കൊരു വീട് കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനൊരു കണ്ടീഷണൽ ഓഫർ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആവുക. നമ്മുടെ ഫിനാൻസ് മീറ്റ് ചെയ്യണം,
ലോൺ അപ്രൂവ് ആവണം. അതുപോലെ ഈ ബിൽഡിംഗ് റിപ്പോർട്ട് ഓക്കെ ആവണം, അതായത് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇത് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓക്കെ ആവണം. പിന്നെ ലീഗലി ആ വീടിന് ഒരു ഇഷ്യൂസും ഇല്ല എന്നുള്ളതും, പ്രോപ്പർട്ടിയിലോ അതിലൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല എന്നുള്ളതും നമ്മളൊരു ലോയറിനെ കൊണ്ട് കൺസൾട്ട് ചെയ്യിപ്പിച്ചിട്ട് പേപ്പർ വെരിഫൈ ചെയ്യിപ്പിച്ചിട്ട് അതും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്താലാണ് നമുക്ക് പിന്നെ അൺകണ്ടീഷണൽ ആയിട്ട് മാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇത് കൺഫേമായി അടുത്ത സ്റ്റേജിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതിലിപ്പം നമ്മളൊരു 800K വീടാണ് മേടിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ബാങ്കിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് 800K ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക, ഇപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോൾ നമ്മൾ 800K നമുക്ക് ബാങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 5% ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കാമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഈ 800K ആണ് നമുക്ക് ബാങ്ക് ലോൺ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ 10% ഇടണം. അപ്പോൾ 80K ഇട്ടാൽ ബാക്കിയാണ് നമുക്ക് ബാങ്ക് ലോണായിട്ട് തരുള്ളൂ. 720 ആണ് അപ്പം നമുക്ക് ബാങ്ക് ലോണായിട്ട് തരുള്ളൂ. അപ്പോൾ അത് എത്ര എമൗണ്ടിൻ്റെ ആണെങ്കിലും നമ്മുടെ ഇടാൻ ഉദ്ദേശിച്ച ഈ 10%ഓ 20%ഓ നമ്മൾ ഇടണം. ബാക്കിയാണ് നമ്മൾ ബാങ്ക് ലോണായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ലോൺ എമൗണ്ട് കുറഞ്ഞിട്ടാണ് വരിക. ഇപ്പോൾ നമ്മൾ 800K ആണ് നമുക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ നമ്മൾ 800K വീടാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് 720 ആണ് ബാങ്ക് ലോൺ എടുക്കേണ്ട വരുള്ളൂ. ബാക്കി 80K നമ്മുടെ 10% ഡെപ്പോസിറ്റിൽ, അല്ലെങ്കിൽ ഇപ്പം 20% ആണ് മാക്സിമം അല്ല 20% ആണ് എന്താ പറയുക സേഫ് ആയിട്ടുള്ള ഒരു ലോ റിസ്ക് കുറഞ്ഞ ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഫണ്ട് റേസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇവിടെ തന്നെ ഫണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നു കുറച്ച്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 7 ലക്ഷം രൂപ വരെ നമുക്ക് അറ്റ് എ ടൈം ഒരാൾക്ക് ടാക്സ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കൺവേർഷൻ ചാർജസ് പോവും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ടാക്സ് ഇല്ലാതെ 7 ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർച്ചിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ നമുക്കിപ്പം മാർച്ചിലും ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് ഏപ്രിൽ മെയ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇയർ തുടങ്ങും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ആയാലും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ നമ്മൾ ആരുടെ പേരിൽ നിന്ന് ആക്കെ ട്രാൻസ്ഫർ ചെയ്താലും നമ്മൾ ഇവിടെ അതിൻ്റെ സോഴ്സ് കാണിക്കണം, പ്രൂഫ് കാണിക്കണം, എങ്ങനെയാണ് നമ്മൾക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ സോഴ്സ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഗിഫ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ നമ്മൾ ഇന്നയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് എന്നുള്ള രീതിയിൽ എഴുതി സൈൻ ചെയ്ത ഒരു പേപ്പർ, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ബാങ്കിന് പ്രൂഫായിട്ട് വെക്കണം. അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഈ ഫണ്ട് റേസ് ചെയ്തെന്നുള്ളതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം, അതായത് ഇപ്പോൾ നമ്മൾ ജ്വൽസ് വിറ്റതാണെങ്കിൽ അത്, എൻ്റെ ഗോൾഡ് വിറ്റതാണെങ്കിൽ അതിൻ്റെ ബിൽസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇവിടെ നമ്മൾ പ്രൂഫായിട്ട് കാണിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് കൺവേർഷൻ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 7 lakhs ഒക്കെ ട്രാൻസ്ഫർ ചെയ്തപ്പം മെയിൻ ഇത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്കൊരു 7 lakhs ഒരു 25,000 ഒക്കെയാണ് നമുക്ക് കൺവേർഷൻ ചാർജ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ. അതപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. പിന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അങ്ങനെ നാട്ടിലേക്ക് പൈസ അയക്കേണ്ടവർ വേറെ അങ്ങനെ പൈസ മേടിക്കുന്നത്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അതിവിടെ അത്രയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്താ പറയുക, ചെറിയ എമൗണ്ടുകൾ ഇങ്ങനെ ഒരുപാട് ചെറിയ എമൗണ്ടുകൾ പലരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രൂഫ് ഇല്ലാതിരിക്കുകയാണ് നല്ലതെന്നാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഇത് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ ബാങ്കിൽ 10%ഓ 20%ഓ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വ്യൂയിങ്ങിന് പോകുമ്പോൾ പിന്നെ നമ്മൾ വ്യൂയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കണ്ടീഷണൽ ഓഫർ വയ്ക്കാം. ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്താൽ അത് അൺകണ്ടീഷണലായി മാറും. അൺകണ്ടീഷണലായി മാറുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേജിലാണ് മറ്റേ ബാങ്ക് ലോണ് അപ്രൂവൽ തരുന്നതിന് മുമ്പ് വാല്യുവേഷൻ എടുക്കും. നമ്മുടെ വീടിൻ്റെ വാല്യൂ എത്രയാണ് രജിസ്റ്റർ, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ലോയറിൻ്റെ അടുത്ത് പോകുന്നു, സൈൻ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ അങ്ങനെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ ലോയറിൻ്റെ അടുത്ത് പോയി സൈൻ ചെയ്യുന്നു. അതോടുകൂടി ആ പ്രോസസ്സ് കഴിഞ്ഞു, നമുക്ക് ബാങ്ക് ലോൺ അപ്രൂവ് ആവുന്നു, വീട് വാങ്ങുന്ന പ്രോസസ്സ് അത്രയേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഇങ്ങനെയുള്ള ഫണ്ട് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങളും, അതായത് നമുക്ക് അതിനെ പറ്റിയൊരു പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നതുമാണ് നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുവരെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് വീട് വാങ്ങാനുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക് യു.